ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. എവിജി ന്യൂസിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. കാലത്തിൻ്റെ കുത്തൊഴുക്കിലും ഒളിമങ്ങാതെ പ്രഭമങ്ങാതെ കേരള ജനതയുടെ മനസ്സിൻ്റെ വിശുദ്ധ സ്മൃതികളിൽ ആലേഖനം ചെയ്യപ്പെട്ട നിരവധിയായ ഗാനങ്ങൾ ആണ് വയലാറിൻ്റെ ഗാനപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ. അതിനകത്ത് അതിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. തൂലികത്തുമ്പിൽ അക്ഷരങ്ങൾ വയലാറിനെ സംബന്ധിച്ചിടത്തോളം നൃത്തം ചെയ്യുകയായിരുന്നു. ഏതാശയവും ഏതാനും വരികളിലൂടെ മനുഷ്യ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാൻ അദ്ദേഹത്തിന് അപാരമായ അതുല്യമായ ഒരു കഴിവുണ്ടായിരുന്നു. നമ്മുടെ സിരകളെ ത്രസിപ്പിക്കുന്ന വിപ്ലവ ഗാനങ്ങൾ, കേരള മനസ്സിലെ ഒരുപക്ഷെ ആ വിപ്ലവ ഗാനങ്ങൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേരളത്തിലെ ജനതയുടെ ഒരുപക്ഷെ ക്രിസ്തീയ ഗാനങ്ങളും ഹൈന്ദവ ഗാനങ്ങളും ഇസ്ലാം ഗാനങ്ങളും ഒക്കെ അദ്ദേഹം നിരവധിയായി രചിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു മതത്തിൻ്റെ, ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് കർത്താവിൽ, ദൈവത്തിൽ ബാവ, പുത്രൻ, റൂഹാദ് കുശ എന്ന് പറയുന്ന മൂന്നാളുകളുണ്ട് എന്നുള്ള സങ്കല്പമാണ്. ഒരുപക്ഷെ മറ്റ് മതങ്ങളിൽ കാണാത്ത ഒരു വ്യത്യാസമായിരിക്കാം. അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പാട്ട് എത്ര മനോഹരമാണെന്നറിയാം. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അകലങ്ങളിലുള്ള കർത്താവേ കൂട്ടായിരിക്കണമേ, ഞങ്ങൾക്കു കൂട്ടായിരിക്കണമേ. അതുപോലെ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയാം ഗുരുവായൂർ. ആ ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള വർണ്ണന എത്ര ഹൃദയത്തെയാണ് തൊട്ട് തലോടിപ്പോകുന്നത്. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും ഓടക്കുഴലൂതിക്കൊണ്ടും കണി കാണേണം. അങ്ങനെ നിരവധിയായിട്ട് ശബരിമലയെക്കുറിച്ച് പറയുന്നുണ്ട്. ശബരിമലയിൽ തങ്കസൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഗാനം, അങ്ങനെ ഒരുപാട് മനുഷ്യ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്ന് മനുഷ്യവികാരങ്ങളെ ഒപ്പിയെടുത്ത ഒരു കവിയാണ് വയലാർ. അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യ മതമാണ് എൻ്റെ മതം. മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് മനുഷ്യൻ ദൈവം ജനിക്കുന്നത്. നീറും ആത്മാവിനെ സ്നേഹിച്ചില്ലാത്തൊരു തത്വശാസ്ത്രയും ഞാനും സ്നേഹിക്കില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ച. വളരെ വിശാലമായ കാഴ്ചപ്പാട്. ഒരുപക്ഷെ മനുഷ്യ സങ്കല്പങ്ങളൊക്കെ പല ഗാനങ്ങളിലൂടെ അദ്ദേഹം തച്ചുടയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു വളരെ പ്രശസ്തമായൊരു ഗാനമുണ്ട്. അത് മറ്റൊന്നുമല്ല, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ. നമ്മുടെ അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ സ്ഥാപിച്ചിട്ടുള്ള കളിമൺ പ്രതിമകളെക്കുറിച്ച്, അതിന് ജീവനില്ലെന്നും കണ്ണു തുറക്കാനും കണ്ണടയ്ക്കാനും അറിയില്ലെന്നും പറഞ്ഞുള്ളൊരു വലിയ വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ്. നമ്മുടെ നാട്ടിലെ, നമ്മുടെ സമൂഹത്തിലെ സങ്കല്പങ്ങളെയൊക്കെ തച്ചുടയ്ക്കുന്ന ഒരു ഗാനമായിട്ടാണ് ഉള്ളത്. അതുപോലെ ഒരുപാട് ഗാനങ്ങളുണ്ട്. ആ ഗാനങ്ങളൊക്കെ വയലാറിനെ ഒരുപാട് ഉയരങ്ങളിലുള്ള ഒരു സിംഹാസനത്തിൽ ഇരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള ഗാനം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മനസ്സു പങ്കുവെച്ചു,
മണ്ണു പങ്കുവെച്ചു എന്ന് പറയുന്ന ഒരു ഗാനം. അവസാനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയണം, ഈ വർണ്ണസുരഭിയാം ഭൂമിയിൽ, ഈ നിത്യഹരിതയാം ഭൂമിയിൽ ഇനിയും ഒരു ജന്മം കൂടി, മതിയാവും വരെ പ്രേമിക്കുവാൻ, മതിയാവും വരെ സ്നേഹിക്കുവാൻ എനിക്ക് ഒരു ജന്മം കൂടി തരുമോ എന്ന് വസുന്ധരയോട്, ഭൂമിദേവിയോട് അഭ്യർത്ഥിക്കുന്ന ഒരു ഗാനമുണ്ട്. ഇനി നമുക്ക് ഇനി അടുത്ത് വരുന്ന ലക്കങ്ങളിൽ തീർച്ചയായിട്ടും വയലാറിൻ്റെ വളരെ മനുഷ്യ മനസ്സിൽ പതിയുന്ന ഗാനങ്ങളുടെ ഒരു വിശകലനം നമുക്ക് തുടരാം.